ടു ദോസ് ഹു ഡിഡ്ന്റ് ക്രാക്ക് നീറ്റ്, നിങ്ങൾ എവിടെയും തോറ്റിട്ടില്ല. ചിലപ്പം ഇതൊരു തുടക്കമായിരിക്കും. ഹായ്, ഞാൻ പാർവതി, തേർഡ് ഇയർ ബി.ടി സ്റ്റുഡന്റ് ഇൻ ഗവൺമെന്റ് MBA കോളേജ് കോട്ടയം. എനിക്ക് പറയുന്നത് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റാതെ പോയവരോടാണ്. നിങ്ങളുടെ ഒരു വില മനസ്സിലാവാത്തൊരു സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ബാക്കിയുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ എന്തൊരു മോശം. ഒരിക്കലുമല്ല. നിങ്ങൾ ഇവിടെ വരെ എത്തി. നീറ്റ് എന്ന് പറയുന്നത് ആ അത്രയും ഒരു കാലഘട്ടം. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യണം. നിങ്ങൾക്ക് അറിയാം അത് എന്തൊരു ടഫായിരുന്നു. നിങ്ങൾ എത്ര നാൾ കരുതി, അല്ലെങ്കിൽ എത്ര നാൾ എക്സാമിന് വേണ്ടിയിട്ട് എന്തൊക്കെ കഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ ഓക്കെ, ജീവിതം ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മളെ ഒരു കോഴ്സ് എടുത്താൽ, ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്താലേ നമ്മൾ നല്ല നിലയിൽ എത്തൂ എന്നുള്ളതൊന്നും ചിന്ത വേണ്ട. നമ്മൾ ഏത് കോഴ്സ് എടുത്താലും അത് നിങ്ങൾ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ എടുക്കുക. ഏത് കോഴ്സ് ആയിക്കോട്ടെ, ആ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മളുടെ കഠിനാധ്വാനവും അതുപോലെ തന്നെ നമ്മളുടെ ആഗ്രഹവും കൊണ്ടും മാത്രമേ നമ്മൾ എവിടെയെങ്കിലും വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം ആലോചിച്ചത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ കമ്പയർ ചെയ്യുന്ന ആ കുട്ടിയേക്കാൾ നല്ലൊരു നിലയിൽ ചിലപ്പോൾ നിങ്ങളുടെ ഭാവിയിൽ എത്തിയേക്കാം. അത് ഏതൊരു കോഴ്സ് എടുത്തിട്ടും ആവാം. അതുകൊണ്ട് ജസ്റ്റ് റിലാക്സ് എന്നിട്ട് ആലോചിക്കാം, എന്താണ് എന്റെ അടുത്ത പ്ലാൻ, ഏത് കോഴ്സാണോ എടുക്കുന്നത് അതിലെ ബെസ്റ്റ് ആവാം. അത്രേ ഉള്ളൂ. അതിൽ എക്സൽ ചെയ്യാൻ നോക്കാം. നിങ്ങൾ 1 വർഷം റിപ്പീറ്റ് ചെയ്ത ആൾക്കാരാവാം, 2 വർഷം റിപ്പീറ്റ് ചെയ്താവാം, 3, 4, 5 വർഷം, എത്ര വർഷം വേണമെങ്കിൽ ആയിക്കോട്ടെ. നിങ്ങൾ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് കൂടി നോക്കണം. നമ്മൾ അത്രയും മെന്റലി അങ്ങനെ തളർന്നു പോവുകയാണെങ്കിൽ പിന്നെ അത് നിങ്ങൾക്ക് വേണം. ഏറ്റവും വലുത് എന്താ? നമുക്ക് നമ്മൾ തന്നെയല്ലേ വലുത്. ഏത് കോഴ്സിനെയും വലുത് എന്താ? നമുക്ക് നമ്മൾ തന്നെയല്ലേ. നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്തിനാ വേറൊരു സാധനത്തിലേക്ക് പോകുന്നത്? സോ അതൊന്ന് ആലോചിക്കുക. വേറെ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് പോകാൻ പറ്റുവാണെങ്കിൽ, മനസ്സ് അങ്ങനെ തോന്നിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് എന്തായാലും ഡെഫിനറ്റ്ലി എടുക്കുക. ഇനിയും ഇത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോ. പക്ഷേ ഒരിക്കലും അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ഇപ്പം കുറെ വർഷം കഴിഞ്ഞിട്ട് നിങ്ങളോട് തന്നെ താങ്ക് യു പറയും.